ഹലോ, ആതിര നൂറ ലൈവ് വന്നിരിക്കുന്നത്. അപ്പം അനുമോളെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ വേണം നമുക്ക് നോക്കാം. ലാസ്റ്റ് വീക്ക് എപ്പിസോഡ്സ് ഒക്കെ കണ്ടോ ഓഡിയൻസ് വരെ സാഡാക്കി നിങ്ങൾ അതെല്ലാം നമ്മൾ പറയാം. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ആരെയും മിസ്റ്റേക്ക് അല്ല, ഇറ്റ് ഓൾ ഹാപ്പൻസ് ഡ്യൂ ടു ദാറ്റ് സിറ്റുവേഷൻ. അല്ല ഞാൻ എനിക്ക് ഞാൻ വിശദമായിട്ട് പറഞ്ഞോളാം. ഇല്ല, ഞാൻ എന്റെ ഒപ്പീനിയൻ അല്ലേ പറയുന്നത്. വാട്സ്ആപ്പ് പറയാം ആരെയും മിസ്റ്റേക്ക് അല്ല, മിസ്റ്റേക്ക് ആണ്. ഇല്ല, എനിക്ക് തോന്നിയതാണ് അതിന്റെ ഉള്ളിലാണ് നമുക്ക് ആർക്കും എന്താ പറയാ, പക്ഷെ എല്ലാ സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. നൂറ് കഴിഞ്ഞാൽ ഉള്ളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? ഒരാളെ പറയാം, മനസ്സ് തുറന്ന് പറയുക. നമ്മൾ കഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് അനുമോളിയാണ് ഇഷ്ടം. അതായത് ഞാൻ LGBTQ കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്ത് പറയല്ല, ഞാൻ ആസ് എ ഗെയിം കണ്ടിട്ടുള്ള ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇമോഷണലി കണക്റ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് അവരുടെ പട്ടാഗേൾസ് ബോണ്ട്. അപ്പോൾ ആ ബോണ്ട് ലാസ്റ്റ് ആയപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കണ്ട രീതിക്കുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ആ അനുമോളെ ഭയങ്കരമായിട്ട് കുത്തു നോക്കുകയും അത് ആതിരയുടെയും നൂറുടെയും ഭാഗത്തു നിന്നാകുമ്പോൾ അനുമോൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാവുകയും ഭയങ്കരമായിട്ട് ട്രോമയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അതിലെ പുറത്തിറങ്ങിയിട്ട് ഒന്നും അങ്ങനെ വലിയ കാര്യം പറഞ്ഞു. പക്ഷേ ഇന്നലത്തെ ലൈവിൽ അങ്ങനത്തെ കാര്യം ചോദിച്ചപ്പോൾ അതിലെ പറയുന്നുണ്ട് അത് മിസ്റ്റേക്ക് അല്ല എന്നുള്ളത്. അതായത് ആ ഒരു ഉണ്ടായ പ്രശ്നങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ കാണിച്ച ക്വാളിറ്റി, അതാണ് ഞാൻ പറഞ്ഞത്. ഷോ കണ്ടപ്പോഴും നൂറയ്ക്കാണ് കൂടുതൽ ഫാൻ ബേസ്. പക്ഷേ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ എനിക്ക് തോന്നിയത് അവിടെ ജെന്യുവൻ ആയിട്ട് നിന്നൊരു പ്ലെയർ, അതായത് ഫസ്റ്റ് പൊസിഷൻ അത് അതിലേക്കാണ്. അത്രയും ജെന്യുവൻ ആയിട്ട് നിന്നൊരു പ്ലെയർ BB7 ഇല്ല. നന്നായി തന്നെ കളിക്കാനും ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. അവളെങ്ങനെയാണോ അതില എന്ന് പറയുന്ന വ്യക്തി നമുക്ക് മനസ്സിലാവും, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അതില ആ ഒരു വ്യക്തി എങ്ങനെയാണ് ആ രീതിക്ക് തന്നെ നിന്നിട്ടില്ല. അതായത് ഒരു ഫേക്ക് പിടിച്ച് കളിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വന്ന സംഭവം, അതായത് തെറ്റ് പറ്റിയെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ അതിന് മേലൊന്നുമില്ല, അക്സെപ്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി വളരെ ഭയങ്കര വലുതാണ്. അത് ഒരു ലൈവിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്ന നൂറ് അവിടെ ഇതാക്കാൻ നോക്കുന്നുണ്ട്, കൗണ്ടർ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അത് തെറ്റാണ്, എനിക്ക് പറ്റിയത് എൻ്റെ തെറ്റാണ്, എൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അതിലവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവർ പാച്ചപ്പ് ആവാണ്ടിരിക്കാതെ അവരുടെ ഇഷ്ടം, പട്ടാഗേൾസ് റീയൂനേറ്റ് ആവുകയോ വേണ്ടേ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അത് അവർ ചെയ്യുക. പക്ഷെ ഞാൻ ഇതിൽ ആതിരയുടെ ക്വാളിറ്റിയാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. കാരണം എനിക്ക് ആതിരവിടെ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് ആതിരയോട് ദേഷ്യം എന്നുള്ളത് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ആ ക്യാരക്ടർ ഇത് മനസ്സിലായതുകൊണ്ടായിരിക്കാം. കാരണം മാനിപ്പുലേഷനിൽ വീഴുമ്പോൾ നമുക്കൊരു ദേഷ്യമില്ല, നമുക്കൊരു സഹതാപം, നമുക്ക് അങ്ങനത്തെ ഒരു ഇതാണ് തോന്നിയത്. കാരണം അതിലെ ആയതുകൊണ്ടായിരിക്കാം, കാരണം ആ ഒരു ജെന്യുവൻ പേഴ്സൺ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതാണ് ഞാൻ ഇതിൽ പറയുന്നത്. അത്രയേ ഉള്ളൂ എനിക്കിത് പറയാൻ തോന്നിയ ഒരു സംഭവം. കാരണം അത്രയും നല്ലൊരു ക്വാളിറ്റി അവൾ കാണിച്ചു തന്നത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടം. ഓക്കെ, താങ്ക് യു.